ആമേ കഴിക്കാനുണ്ട്, ആമേ മുടുക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിന്റെ മനസ്സിന്റെ വേദന അറിയാൻ, നിന്റെ മനസ്സിന്റെ നൊമ്പരം അറിയാൻ, നിന്റെ മനസ്സിന്റെ വിഷമം അറിയാൻ, അതൊന്ന് പരിഹരിക്കാൻ ആരുമില്ലാത്തതാണ് ഏറ്റവും വലിയ വിഷമം. ഞാൻ പറഞ്ഞില്ലേ, അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ആൾക്കാർ കൊണ്ട് കൊടുക്കല്ല, പിന്നെ അവനങ്ങ് ജീവിക്കും. പക്ഷേ 32 വർഷമായി അവൻ തിന്നാതെ കുടിക്കാതെ കിടന്നതല്ല, പലരും സഹായിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയത്. പക്ഷെ അവന്റെ മനസ്സിന്റെ വേദനയ്ക്കൊരു പരിഹാരത്തിനായി ആരും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വേദന കണ്ടിട്ടില്ലെന്ന് നീ പറയുന്നു. ദൈവമേ, എന്റെ വേദന അങ്ങ് അറിയുന്നില്ലല്ലോ എന്ന് നീ പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉദാഹരണമാണ്, നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ഉദാഹരണമാണ് ഹാഗാർ. ഹാഗാർ, ഗർഭിണിയായിരിക്കുന്ന ഹാഗാർ, അവളിങ്ങനെ മരുഭൂമിയിലാണ്. അബ്രഹാമിന് ചിന്തിക്കാം, സാറായിക്ക് ചിന്തിക്കാം, അവളും ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. ഒക്കെ പദവിയും കാര്യങ്ങളൊന്നുമില്ല, പൈസയ്ക്ക് കുറവേ ഉള്ളൂ, മനസ്സിന് കുറവില്ല, പിന്നെ ശരീരത്തിന് അവയവ ഭംഗങ്ങളില്ല, ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു സ്ത്രീയാണത്. ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം, കാണുമ്പോൾ കാറില്ല, കാണുമ്പോൾ വീട്ടിൽ AC ഇല്ല, കാണുമ്പോൾ വലിയ വീടില്ല, കാണുമ്പോൾ വലിയ സൗകര്യങ്ങളില്ല, ബാക്കിയെല്ലാം ഉള്ള ഒരു സഹോദരിയാണ് അവര്. അബ്രഹാമിനാണെങ്കിലും സാറായിക്കാണെങ്കിലും പറയാം, വേണമെങ്കിൽ അത് അവൾ ഓടിപ്പോയതല്ലേ, രണ്ടാമതല്ലേ പുറത്താക്കാൻ പറയുന്നത്. കർത്താവിന് അറിയാം, കുടുംബത്തിനകത്ത് സമാധാനം വേണം, എവിടെ പുറത്താക്കിയെങ്കിലേ മകനെ പുറത്താക്കിയെങ്കിലേ പറ്റുള്ളൂ, അത് രണ്ടാമത്തെ വിഷയമാണ്. അവൾ അവിടെ നിന്ന് ഓടി അവിടുന്ന് പോവുകയാണ്. അവളുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയാമോ? എന്നെ ആരും കാണുന്നില്ലെന്നുള്ള വിഷയം, എന്റെ വിഷമങ്ങൾ ആരും കാണുന്നില്ലെന്നുള്ള വിഷയമാണ്. അബ്രഹാമിന്റെ വീട്ടിനകത്ത് ഭക്ഷണമില്ലേ? 318 അഭ്യാസികളും അവരുടെ കുടുംബങ്ങളും മറ്റു വേലക്കാരും 318 അഭ്യാസികൾ അല്ലാത്ത പിന്നെ പോരാൻ കഴിയുന്ന ഒരു സേനയുണ്ട് അമേരിക്കയ്ക്ക്. അതാണ് വെനസിലെ പോയിട്ട് പ്രസിഡന്റിന്റെ ഭാര്യയെ രാത്രി ഉറങ്ങിക്കിടക്കുന്നത് പിടിച്ചുകൊണ്ട് പോയ അങ്ങനെയുള്ള ഒരു ടീം അമേരിക്കയ്ക്ക്. ഇപ്പൊ 24 മണിക്കൂറിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമുണ്ട്. ഇതുപോലെ ആയിരിക്കും അബ്രഹാമിനുണ്ടായിരുന്ന ആളുകൾ. ഏത് സമയത്ത് എങ്ങനെ എപ്പോഴും ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇങ്ങനെയുള്ള അഭ്യാസികൾ ഉണ്ട്. ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമ്പോൾ ആകാറിന് ഭക്ഷണത്തിന് കുറവുണ്ടോ? അതിന്റെ ഒപ്പം ഒന്ന് വന്നേ, നിങ്ങൾ ഇത് ഉറങ്ങുന്നോന്ന് എനിക്ക് സംശയമാണ്. ആമേൻ. അപ്പോൾ പിന്നെ ഭക്ഷണത്തിന് കുറവുണ്ടോ? എന്ന് പറഞ്ഞേ. അതിന്റെ ഒപ്പം എന്ന് പറഞ്ഞ വസ്ത്രത്തിന് കുറവുണ്ടോ? വെള്ളത്തിന് കുറവുണ്ടോ? ഒന്നിനും കുറവില്ല. അപ്പൊ എന്തിനാ കുറവ്? എന്നെ കാണാൻ ആരുമില്ല, എന്റെ വേദന അറിയാൻ ആരുമില്ല, എന്റെ ഭാരങ്ങൾ അറിയാൻ ആരുമില്ല, എന്റെ വിഷമങ്ങൾ അറിയാൻ ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല. ആമേൻ. ആഗാർ മരുഭൂമിയിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അവിടെ നിന്ന് ഓടിച്ചെത്തിയ ഉൽപ്പത്തി പുസ്തകം 16:13 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 16:13. എന്നാൽ അവൾ
എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടോ എന്ന് പറഞ്ഞ് തന്നോട് അരുളിച്ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെയാണ് അവൾ പറയുന്നത്. ആമേൻ. എന്താ പറയുന്നത്? എന്താ? നീ എന്നെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവളുടെ വേദന കണ്ടിട്ടില്ല, പക്ഷെ അവൾക്ക് ഒരു ബോധ്യമുണ്ട്. ആ വേദഭാഗം നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കാൻ പറയാം. എന്നാൽ അവൾ എന്നെ കാണുന്നവനെ നോക്കിയേ. അവൾ അബ്രഹാമിന്റെ വീട്ടിലായിരിക്കുമ്പോഴും അവൾ വിചാരിച്ചത് ഒരാൾ മാത്രമേ എന്നെ കാണുന്നുള്ളൂ. നമ്മൾ അതിന്റെ അനുഭവത്തിലേക്കൊന്ന് വന്നേ, ആ അനുഭവത്തിലേക്കൊന്ന് വന്നേ, ആ വചനത്തിലേക്കൊന്ന് വന്നേ. പ്രൈസ് ദി ലോർഡ്. എന്നെ കാണുന്നു. എവിടെ കാണുന്നു? ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും എന്നെ കാണുന്നു. അബ്രഹാം കാണുന്നില്ല, സാറ കാണുന്നില്ല, ആരും കാണുന്നില്ല, പക്ഷെ ഒരുവൻ എന്നെ കാണുന്നു. അവൾ ആദ്യം വിചാരിച്ചു അത് അബ്രഹാം ആരാധിക്കുന്ന വീടായതുകൊണ്ടാണ്. എന്റെ ചിന്തയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തരുന്ന ചിന്തയാണ്. അവൾ ആദ്യം വിചാരിച്ചു അവിടെ ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, അവിടെ പ്രാർത്ഥിക്കുന്ന വീടായതുകൊണ്ടാണ്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന്, അവിടെ യഹോവ ഈ വീടിന്റെ നായകൻ എന്ന് ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നത് കൊണ്ടാണ് ആമീൻ എന്ന് ആദ്യം അവൾ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അവളുടെ മരുഭൂമിയിൽ ചെന്നപ്പോൾ അവൾ വിചാരിച്ചു എന്നെ കാണുന്നില്ല, ആരുമില്ല. അപ്പോഴാണ് ദൈവം അവളോട് സംസാരിക്കാൻ തുടങ്ങിയത്. കരകെട്ടുന്ന സ്തോത്രം ചെയ്തേ. ദാസിയുടെ ദാസിയായ ഹാഗാരേ, നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ ഞാൻ എന്റെ യജമാനത്തെ സാറായെ വിട്ട് ഓടിപ്പോകുകയായിരുന്നു പറഞ്ഞു. 7ാമത്തെ വാക്യമാണ്. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യഹോവയുടെ ദൂതൻ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവളെ കാണാൻ ആമേൻ നമ്മുടെ കർത്താവ് അവിടേക്ക് ഇറങ്ങി വന്നു. കരകൾക്ക് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിലെ 3 കാര്യങ്ങളെ നമ്മൾ കാണാനുണ്ട്. യഥാർത്ഥത്തിൽ നിന്റെ കണ്ണുനീര് അവിടെ പറയുന്ന കാര്യം, എന്നെ കാണുന്ന ദൈവം എവിടെ? ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളാണ്, ആരുമില്ലാത്ത അവസ്ഥയിലാണ്, മരുഭൂമിയിൽ ഒറ്റയ്ക്കാണ്, പക്ഷേ ദൈവം അവളെ കണ്ടു. ഒന്നെന്ന് പറഞ്ഞ ദൈവം അവളെ കണ്ടു. 2ാമത്തെ കാര്യം, അവളുടെ വേദന അറിഞ്ഞു. ആമേൻ. ദൈവം ഒന്ന് എന്നോടൊപ്പം എന്ന് പറഞ്ഞേ, ദൈവം അവളെ കണ്ടു. ദൈവം നിന്നെ കാണുന്നു. 2, അവളുടെ വേദന അറിഞ്ഞു. 2, ദൈവത്തിന്റെ വേദന അറിയുന്നു. ഇതെല്ലാം കണ്ടിട്ട്, വേദനയെ കണ്ട് ആമേ വേദനയെ അറിഞ്ഞിട്ട് കിടന്നിട്ട് യെരിഹോവിലേക്ക് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ കള്ളന്മാരുടെ മേൽ അകപ്പെട്ട് വഴി കിടക്കുകയാണ്. ആ സമയത്ത് ഒരു പുരോഹിതൻ പോയി. മുറിവേറ്റ് കിടക്കുന്നവനാണെന്നറിയാം, കഴിഞ്ഞ ആഴ്ചയിലും വന്ന് സ്വന്തകാഴ്ച ഇട്ടിട്ട് പോയവനാണെന്നറിയാം, ദശാംശം തന്നിട്ട് പോയതാണെന്നറിയാം, സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണെന്നറിയാം. വഴിയരികിൽ കിടക്കുന്നവന്റെ വേദന കണ്ടവനാണ്, അറിയാം. ഒന്ന് ഇരുപോയി കിടക്കുന്ന മനുഷ്യനെ കണ്ടു, അവന്റെ വേദന അറിഞ്ഞു, പക്ഷെ അവനോട് സംസാരിച്ചില്ല. സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു കൈ സഹായം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും പോകുന്നതാണ് ബുദ്ധി. ഹല്ലേലൂയ. ഈ സമയത്ത് ഫോൺ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. ഈ സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയത്ത്
അന്വേഷിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മല്ലനും മാധവനും കൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് കരടി വന്നു. കരടി വന്നപ്പോൾ ആരോ ഒരാൾ അതിനകത്ത് കഥ എനിക്ക് ഓർക്കുന്നില്ല, ചത്തതുപോലെ കടന്നു. മറ്റേയാൾ ഓടി മരത്തെ കയറി. കരടി വന്നപ്പോൾ ഇതൊക്കെ അങ്ങനെ കഥ സംഭവമൊന്നും ഇല്ലെങ്കിൽ പോലും കരടി വന്നപ്പോൾ ഇങ്ങനെ മണപ്പിച്ചിട്ട് പോയി. ചത്ത ആളെ കരടി കഴിക്കത്തില്ലെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഞാൻ വായിച്ചിട്ടുള്ളിടത്തോളം ഇങ്ങനെ മണപ്പിച്ച് നോക്കുമ്പോ ഇപ്പോൾ ഈ പുള്ളി ചത്തതുപോലെ കിടക്കുകയാണ്. ചത്തതുപോലെ കിടക്കുന്നതായിരിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കരടി പോയി. എന്നിട്ട് ചെവിയിലൊക്കെ ഒന്ന് മണപ്പിച്ചു. അതായത് മൂക്കിനകത്ത് മണപ്പിക്കാത്ത കാര്യമായി. മൂക്കിനകത്താണ് മണപ്പിച്ചിരുന്നെങ്കിൽ കഴിയുടെ രോഗം മൂക്കിനകത്ത് കയറി ഈ പുള്ളി തുമ്മിയും ചെയ്തത്. ഉദാഹരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ മൂക്കിനകത്തൊന്നും മണപ്പിച്ചില്ല. കരടി നോക്കിയിട്ട് അങ്ങ് പോയി. മല്ലനാണോ മാധവനാണോ മറ്റേ കയറിയ ആരോ വന്നിട്ട് ചോദിച്ചു, എന്തോ കരടി ചെവി പറഞ്ഞു. അപ്പോൾ നാമത്തിൽ കൈവിടുന്നവരെ കൂടെ നടക്കരുന്നു. കാരണം പ്രിയമുള്ളവരെ, ആപത്തിൽ സഹായിക്കാത്തവരുടെ കൂടെ നടക്കരുത്. ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള സമയത്താണ് നമ്മുടെ സാന്നിധ്യം. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്താണ് നമ്മൾ ഫോൺ ചെയ്യേണ്ടത്. അതെല്ലാം കഴിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നമ്മള് വെള്ള കളറിന്റെ ജൂബിയൊക്കെ ഇട്ട് വെള്ള ഷർട്ടൊക്കെ ധരിച്ച് വെള്ളക്കുപ്പായൊക്കെ ഇട്ട് എല്ലാം മാറിയോ എന്ന് ചോദിക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് ആവശ്യം. കർത്താവ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കും. കറിവെട്ടുന്ന സ്തോത്രം ചെയ്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. കർത്താവ് ദൈവം അവളെ കണ്ടു, അവളുടെ വേദന അറിഞ്ഞു. അവിടെ കൊണ്ട് തീർന്നില്ല. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചിന്തയിലേക്ക് വന്നതാണ്. എരിവ് കിടക്കുന്ന എരിവോയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ അടുത്ത് ചെന്നപ്പോൾ പുരോഹിതൻ കണ്ട് സംസാരിച്ചില്ല, ലേവ്യൻ കണ്ട് സംസാരിച്ചില്ല. പക്ഷെ വേദനയിലിരുന്ന ഏവളോട് ദൂതൻ സംസാരിച്ചു. ഒന്ന്, അവളെ കണ്ടു. രണ്ട്, അവളുടെ വേദന അറിഞ്ഞു. മൂന്ന്, അവളോട് സംസാരിച്ചു. ദൈവത്തിന്റെ പൈതലേ, ഏറ്റവും വേദനയിലിരിക്കുന്ന സമയം, ആരുമില്ലെന്ന് വിചാരിക്കുന്ന സമയം, നീ ഒരു ഉറവ കാണുന്നുണ്ടോ? ഉറവ നിനക്കൊരു വെളിപ്പാണ്. ഉറവ നിനക്കൊരു സന്ദേശമാണ്. എവിടെ നീ കാണുന്ന ഒരു ഉറവയുണ്ടെങ്കിൽ, കുഞ്ഞേ ഹാഗാരേ, നീ ചില നാളുകൾ കഴിഞ്ഞ് നിന്റെ കുഞ്ഞുമായിട്ട് നീ ഓടിച്ചല്ലപ്പോ നീ കാണാത്ത ഉറവ ഞാൻ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിന്റെ ഒരു അടയാളമാണ് നീ ഇന്ന് കാണുന്ന ഉറവ. ദൈവത്തിന്റെ വൈദ്യുതിയുടെ തലമുറയ്ക്ക് വേണ്ടി നീ കാണാത്തൊരു ഉറവ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ചില ഉറവകൾ നീ ഇപ്പോൾ കാണുന്നുണ്ട്, പക്ഷെ ഉറവകളോടുകൂടി അത് അവസാനിക്കുകയില്ല. കാണാത്തൊരു ഉറവ നിനക്ക് നിന്റെ തലമുറയ്ക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് ആരും കാണുന്നില്ലെന്ന് തോന്നിയേക്കാം, എന്റെ ദുഃഖം ആരും അറിയുന്നില്ലെന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവം നിങ്ങളെ കാണും. നിങ്ങളെ കണ്ണുനീര് പോലും അവൻ കാണും. ഞാൻ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സന്ധ്യയ്ക്ക് ഒരു 7 മണിയായ സമയത്ത് ഞാൻ നമ്മുടെ ആ കോളേജിന്റെ ഒരു ഫോട്ടോ എടുത്തു. ഇവിടെ നിന്നുണ്ട് സൂം ചെയ്തൊരു ഫോട്ടോ എടുത്തപ്പോ ഞാനത് ആർക്കോ കാണിച്ചു. ശരിക്കും കാണുന്ന പോലില്ല കോളേജിൽ കെട്ടിടം. 2-3 ഫോട്ടോ എടുത്ത ആ ഫോട്ടോ ഞാൻ ചെക്ക് ചെയ്തപ്പോ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ആ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന പെയിന്റ് അടിക്കാതെ കിടക്കുന്ന വെള്ളം ഒഴുകിയ കറയും പായലും പോലും നിങ്ങൾക്ക് വേണേ കാണിച്ചു തരാം, ഡിലീറ്റ് ചെയ്ത് നോക്കുന്നില്ല. അത് അതേപടി ഒപ്പിയെടുത്തിരിക്കുകയാണ് ക്യാമറ. പറഞ്ഞാർക്ക് മനസ്സിലായോ? ഇവിടെ എന്നാ പോലും അത് കാണത്തില്ല. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ ദൈവമേ, ആര് കാണാത്ത ചില വേദനകളെ കർത്താവ് കാണുന്നല്ലോ. കർത്താവ് കാണുന്നല്ലോ. നമ്മെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ. നമുക്ക് ആ ധൈര്യം നമുക്കുണ്ടല്ലോ, ആ വിശ്വാസം നമുക്കുണ്ടല്ലോ, ആ
ആ ഉറപ്പ് നമുക്കുണ്ടല്ലോ. നിങ്ങളുടെ കണ്ണുനീർ ചാല്, ഞാനത് പറയാനാണ് വന്നത്, മഴവെള്ളം ഒഴുകിയ ചാല് കണ്ടെങ്കിൽ വ്യക്തമായി കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പ്രിയമുള്ള ദൈവത്തിന്റെ കുഞ്ഞെ, നീ കരഞ്ഞ കണ്ണുനീർ ചാല് കണ്ണുനീരുണങ്ങിപ്പോ, നിന്റെ കണ്ണുനീരൊഴുകിയ ചാല് ദൈവം അത് കാണുന്നു. ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം, ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മനുഷ്യൻ കാണാത്തപ്പോൾ പോലും ദൈവം കാണുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങളോടുകൂടെ നമ്മോടുകൂടെ ദൈവമുണ്ട്. നിങ്ങൾ കരയുമ്പോൾ ദൈവം കാണുന്നു. ഇസ്രായേൽ മക്കളോടെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അവിടെ കഷ്ടത ഞാൻ കണ്ടു. അവിടെ നിലവിളി ഞാൻ കേട്ടു. ദൈവം കേൾക്കുന്നവനാണ്. ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു. മോശയോട് ദൈവം സംസാരിക്കുക. ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു, അവർ നിലവിളിച്ചു, ആരും സഹായിച്ചില്ല. പക്ഷെ ദൈവം കേട്ടു. നിന്റെ പ്രാർത്ഥന നഷ്ടമാകില്ല, നിന്റെ പ്രാർത്ഥന ശൂന്യതയിലേക്ക് പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അറിയുന്നു, നീ ദൈവത്തെ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ പറയാം, മനുഷ്യർ നിന്നെ അവഗണിച്ചാലും ദൈവം നിന്നെ കാണും. നിന്റെ നിലവിളി ദൈവത്തിന്റെ സിംഹാസനത്തിൽ എത്തിയിട്ടുണ്ട്. നിന്റെ വേദന വളരെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. നിന്റെ വേദന ആരുടെയെങ്കിലും ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആരെങ്കിലും കരഞ്ഞ ഭയങ്കര വിഷമം. ഞാൻ എപ്പോഴും തോറ്റിട്ടുള്ളത് സ്നേഹത്തിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. വേറെ എന്ത് ഞാൻ സാധാരണ തോൽക്കാറില്ല. സ്നേഹത്തിന് മുമ്പിൽ, കണ്ണുനീരിന് മുമ്പിൽ, ആളുകൾ വിഷമിക്കുന്നതിന് മുമ്പിലാണ് ഞാൻ തോറ്റിട്ടുള്ളത്. ആമേൻ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ അവർക്ക് വിഷമമായെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ അരമണിക്കൂറിനോ അകത്ത് ഒരു ഫോൺ കോൾ ചിലപ്പോൾ അവരെ വിളിക്കാറുണ്ട്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകൾ ആരുടെയെങ്കിലും ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? വേദന കണ്ടിട്ടുള്ളവരുണ്ട് അല്ലേ? പക്ഷെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ നമ്മുടെ വേദന പതിഞ്ഞിട്ടുണ്ടോ? പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദന നമ്മുടെ ഭർത്താവിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയത്തിന്റെ വേദനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ പേരിൽ നിങ്ങൾ വീട്ടിൽ ചെന്നൊന്നും വാക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇതിന്റെ പേരിൽ അപ്പോ ഭർത്താക്കന്മാർ ചോദിക്കുകയാണ്, ഭാര്യമാർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ വേദനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നൊമ്പരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ആമേൻ, നിങ്ങളുടെ ഭാര്യയുടെ വേദന നിങ്ങൾ കണ്ടിട്ടുണ്ട്, നൊമ്പരങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ അവിടെ വേദനകൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെല്ലാവരും എന്റെ മുഖത്തോട്ട് നോക്കി, അടുത്തായിട്ട് നോക്കുക. വേദപുസ്തകം വായിക്കാൻ സമയം ഒരുപാട് തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ സമയം വേദപുസ്തകം വായിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് നോക്കാം കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ നോക്കിയാട്ടെ. നിങ്ങളുടെ പിതാവിന്റെ വിഷമിക്കുന്ന മുഖം, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി കാരണം നിങ്ങളുടെ മാതാവോ പിതാവോ വിഷമിക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? ഇന്നും പണ്ട് അടിച്ച കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നേ. എന്തിനാ അടിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അത് പറഞ്ഞപ്പോൾ എന്റെ അമ്മ കരഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ എന്റെ അപ്പൻ കരഞ്ഞു, മാറിയിരുന്ന് കരയുന്നു കണ്ടു. ഞാനിത് പറഞ്ഞപ്പോൾ അപ്പന്മാര് പരസ്യമായിട്ട് കരയത്തില്ല, അമ്മമാരെ പരസ്യമായിട്ട് കരയുള്ളൂ. അപ്പന്മാര് മാറിയിരുന്നേ കരയുള്ളൂ. കാരണം അവർക്ക് ഞാൻ കരയുന്നു എന്ന് കേൾക്കുന്നത് പറയുന്നത് അവർക്ക് ആമേൻ ആമേൻ. ഒരു സഹോദരിയോട് പറയുകയാണ്, ആമേൻ, അവിടെ ഇരുന്നു ഇന്നാര് കരഞ്ഞു എന്ന് പറയുമ്പോൾ സഹോദരിക്ക് ഇഷ്ടക്കേട് പറയാൻ സാധ്യത കുറവാണ്. എന്നാൽ ഒരു സഹോദരനെ കുറിച്ച് പറയാണ്, പുള്ളി അവിടെ കരഞ്ഞു. ഇത് കേട്ടപ്പോ കരഞ്ഞു എന്ന് കേൾക്കുമ്പോ പുരുഷന്മാർ സാധാരണ നിലയിൽ ഇഷ്ടപ്പെടാറില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവര് കരഞ്ഞു എന്ന് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
ആമേൻ. അപ്പോൾ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒരു പ്രവൃത്തി കാരണം നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദുഃഖം, വേദന നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഇതൊന്നും ആരുടെ ഹൃദയത്തിൽ പതിയാറില്ല. പക്ഷേ ഇസ്രായേലിലായിരിക്കുന്ന ദൈവജനം വേദനിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ അവരുടെ നിലവിളി പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരുടെ നിലവിളി പതിഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിലവിളി കേൾക്കുക മാത്രമല്ല, 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ, ഒരു ഹതഭാഗ്യനായിരിക്കുന്ന മനുഷ്യൻ 38 വർഷമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിനകത്ത് അവന്റെ വേദന പതിഞ്ഞു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാറുണ്ട്, പക്ഷെ നമ്മളുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും അറിയുന്ന കാര്യങ്ങൾ പതിയാറുണ്ടോ? ഇല്ല. 38 വർഷമായി കിടക്കുന്ന മനുഷ്യന്റെ വേദന നമ്മുടെ കർത്താവിന്റെ അകത്ത് പതിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആമീൻ. പറഞ്ഞാൽ ചില ചോദ്യങ്ങളുണ്ട്. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. ആഗ്രഹമുണ്ടോ എന്നല്ല ചോദിച്ചത്, മനസ്സുണ്ടോ? അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ സമയത്ത് പറയാം. പക്ഷെ കർത്താവിന്റെ വാക്ക് അവൻ കേട്ടപ്പോ അവൻ ഒറ്റ വാക്ക്, എഴുന്നേറ്റ് നടക്കാം എന്ന വാക്ക്. തളർന്നു കിടക്കുന്ന മനുഷ്യനോടാണ്, 32 വർഷമായി തളർന്ന് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോടാണ് എഴുന്നേറ്റ് നടക്കാം എന്ന് പറയുന്നത്. അവർ കർത്താവിനോട് ഒത്തിരി കാര്യം പറയാറുണ്ട്. കർത്താവെ, നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിവിടെ ഒന്ന് കിടക്കും. ആമേൻ. ഇത് ചെറിയ കാര്യമാണ്. 38 വർഷമായി ഞാനിവിടെ കിടക്കുക, ഇത്രയും കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? നിങ്ങൾ വലിയ ഗുരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോധമില്ലേ? നിങ്ങൾക്ക് അറിവില്ല. നമ്മളാണ് ദേഷ്യം പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ തീരെ വിവരമില്ലേ? നിങ്ങൾക്ക് എന്താ തീരെ അറിവില്ലേ എന്നൊക്കെ ചോദിക്കാം. ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എന്നാലും കർത്താവ് അവന് സൗഖ്യമാക്കിയ പോകുണ്ടായിരുന്നു. ഇതിനേക്കാൾ വലുത് കേട്ടിട്ട് കർത്താവ് ക്ഷമിച്ചില്ലേ? ഇതിനേക്കാൾ വലുത് കേട്ടിട്ട് കർത്താവ് ഉൾക്കൊണ്ടില്ലേ? പക്ഷേ കർത്താവിനോട് അവൻ ചോദിച്ചില്ല, ആമേൻ. 38 വർഷമായി കിടക്കുന്ന എന്നോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നത്, അത് എഴുന്നേറ്റ് നടക്കുക മാത്രമാണ്. എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നത്, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നത് ഇതുപോലെ എളുപ്പമുള്ള കാര്യമാണോ? ദൈവത്തിന്റെ പൈതലേ, നിനക്ക് സാധ്യമല്ല എന്ന് നാളുകളായി, വർഷങ്ങളായി നിനക്ക് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ പരാജയമാണ്. 38 വർഷമായി ആളുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു മാറ്റമില്ല, ഒരു മാറ്റമില്ല, നീ ഇനി സൗഖ്യമാകാൻ പോകുന്നില്ല, നീ ഞങ്ങൾക്ക് ഒരു പണി ഉണ്ടാക്കി വെക്കും. കാരണം നീ മരിച്ചാൽ ഞങ്ങൾക്ക് ഫോൺ ചെയ്യണം, നിനക്ക് തുണി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പിരിവെടുക്കണം. അതേ, നീ ഞങ്ങൾക്കൊരു പണിയാക്കി വെക്കത്തേ ഉള്ളൂ. പിന്നെ നിനക്ക് വേണ്ടി പെട്ടി വാങ്ങണം, മുനിസിപ്പാലിറ്റിക്കാര് വിളിക്കണം. ഉദാഹരണം പറയുന്നേ ഉള്ളൂ കേട്ടോ. ആംബുലൻസിന്റെ പൈസ ഉണ്ടാക്കണം. നീ ജീവിച്ചാലും ഞങ്ങൾക്ക് പണിയാ. കാരണം ജീവിച്ചെടുക്കുന്നോണ്ടല്ലേ ചോറ് കഞ്ഞികളൊക്കെ കൊണ്ട് തന്നു വരുന്നത്. മരിച്ചാലും ബുദ്ധിമുട്ടാണ്, ജീവിച്ചാലും ബുദ്ധിമുട്ട്, മരിച്ചാലും ബുദ്ധിമുട്ട്, അവിടെ കിടന്നാലും ബുദ്ധിമുട്ട്. എന്റെ ചിന്തയിലൂടെ പറയുകയാണ് കേട്ടോ. ആളുകൾ പറയുക, നീ ഒരു പരാജയപ്പെട്ട മനുഷ്യൻ, ഒരിക്കലും നീ നടക്കില്ല. മധ്യപ്രായം കഴിഞ്ഞൊരു മനുഷ്യൻ, അവൻ ജന്മനാ മുടന്തനായിരുന്നില്ല, തളർവാദ രോഗിയായിരുന്നില്ല. ഒരുപക്ഷെ അവൻ 20-ാമത്തെ വയസ്സിലായിരിക്കാം വന്നത്, അവൻ 25-ാമത്തെ വയസ്സിലായിരിക്കാം, അവൻ ഇപ്പൊ 30-ാമത്തെ വയസ്സിലായിരിക്കാം. ഇപ്പൊ 30-ാമത്തെ വയസ്സിൽ തളർവാദ രോഗം വന്നൊരു മനുഷ്യൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. ഏതാ ഞാൻ ചോദ്യം ചോദിക്കാം. 68 വയസ്സുണ്ട്. 68 വയസ്സുള്ള ഒരു മനുഷ്യൻ കുഴിയിലേക്ക് എന്ന് പറഞ്ഞാൽ മരിക്കാൻ, മരണത്തെ പ്രതീക്ഷിച്ച് കഴിയേണ്ടതായിരിക്കുന്ന മനുഷ്യൻ 2 വർഷം കഴിഞ്ഞാൽ അവൻ 70 വയസ്സായി.
ഇനി അവനൊരു മാറ്റമുണ്ടോ? എന്റെ ഒപ്പം ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ കണക്ക് പറയുന്നത്. ഇനി ഒരു മാറ്റം പറഞ്ഞ് നിർത്തുക. ഇനി ഒരു മാറ്റമുണ്ടോ ഒന്ന് പറഞ്ഞ. ഇനി ഒരു മാറ്റമുണ്ടോ? ഇനി 35-ാമത്തെ വയസ്സിലാണെങ്കിൽ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 70, 35, 75, 78 വയസ്സായി. ഇനി ഒരു മാറ്റമുണ്ടോ? ഇനി ഒരു മാറ്റം. അവനും പറഞ്ഞു, ആളുകളും പറഞ്ഞു, ഇനി നീ എഴുന്നേറ്റ് നടക്കത്തില്ല. നിരാശയുടെ വാക്കുകളാണ് കേൾക്കുന്നത്. അവനും അവൻ ചിന്തിച്ചു, ഇനി ഞാൻ എഴുന്നേൽക്കത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് എല്ലാവരും അവനെ കുറിച്ച് മാറി എന്ന് പറയണ്ടോ. എത്ര വർഷമെന്നറിയാം, ആരുമില്ല, നോക്കാനും ആരില്ല. മക്കളെ നോക്കുന്നില്ല, ഭാര്യയെ നോക്കുന്നില്ല, ആരും നോക്കും, ബന്ധുക്കളോ നോക്കുന്നില്ല. അവര് തുണി തന്നെ കഴുകിയിട്ട് എത്ര നാളായെന്നറിയാം. തുണിക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം മിക്കവാറുള്ള ആളുകളൊക്കെ ചിലപ്പോൾ തുണിയെ കൊണ്ട് കൊടുക്കുവാനായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ യേശു കർത്താവ് അവന്റെ അടുത്തേക്ക് വന്നു. അതുവരെ പറയാത്തൊരു വാക്ക് ഇതോടെ പറഞ്ഞ ഏതാ വാക്ക്? അതുവരെ അവൻ കേട്ടിട്ടില്ലാത്ത, ഇനി നീ നടക്കും എന്ന് പറഞ്ഞിട്ടുള്ളവർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, വല്ല ബന്ധക്കോസുകാരും വിശ്വാസമുള്ളവരെല്ലാം പറഞ്ഞെങ്കിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിലും പറയും, കർത്താവ് നിന്നെ സൗഖ്യമാക്കും കേട്ടോ, നീ എഴുന്നേറ്റ് നടക്കും. പറയുന്നവർക്ക് വിശ്വാസമൊന്നും, നമ്മുടെ പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് പറയുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം സംസാരിക്കുന്ന ദൈവാസന്മാർക്ക് പോലും വളരെ വിശ്വാസമുണ്ടോ? അപ്പോ ഈ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയുന്നതിന് പല ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ? ഇല്ല. അപ്പൊ പറയുന്നതായ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് ഈ പറയുന്നവർക്ക് ബന്ധുക്കോസുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെന്നിട്ട് പറഞ്ഞേനെ, കർത്താവ് നിന്നെ സൗഖ്യമാക്കും, നീ ധൈര്യത്തോടെ ഇരിക്ക്, നീ പ്രാർത്ഥിച്ചാൽ മതി. ചില ആളുകളൊക്കെ ചെന്ന് പറഞ്ഞേനെ, നിന്റെ ജീവിതത്തിനകത്ത് ചില കുറവശങ്ങളുണ്ട് സഹോദര, നീ ദൈവത്തിന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിന്നെ സൗഖ്യമാക്കും. അപ്പൊ കർത്താവ് ചോദിക്കുന്ന കുഞ്ഞെ, നീ രണ്ടുകാലം ഓടിപ്പാഞ്ഞ് നടന്ന് നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത്, ഈ പാപമെല്ലാം ചെയ്ത്, ഈ കാര്യങ്ങളൊക്കെ നിന്റെ മുമ്പ് ഞാൻ ഇതൊക്കെ നിരത്തി വെക്കുന്ന സമയമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിടാതിരിക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നീ അവനെ കുറ്റപ്പെടുത്തിക്കാൻ പോകുന്നില്ല. 32 വർഷമായി തളർന്നടക്കുന്നൊരു മനുഷ്യൻ, ഭാരപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, നൊമ്പരപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, ആരുമില്ലാത്തൊരു മനുഷ്യൻ, അവൻ നൊമ്പരപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന് നീ ഒരു ആശ്വാസം കൊടുക്കേണ്ട സ്ഥാനത്ത് നിന്നെ അവനെ കുറ്റമതിക്കാനാണോ നീ അവിടെ പോയത്? ഈ നാളുകളെ കുറ്റമതിക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം, ആശ്വാസമാകുന്നവരെയാണ്. അധൈര്യപ്പെടുത്തുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം, ധൈര്യപ്പെടുത്തുന്നവരെയാണ്. ബലഹീനരായിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവരെയാണ് ദൈവത്തിന്റെ ആവശ്യം. തളർന്നു കിടക്കുന്നവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. നേരെ നിൽക്കാൻ കഴിയാത്തവരെ നേരെ നിർത്തുന്നവരാണ് ദൈവത്തിന് ആവശ്യം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇതുവരെ കേൾക്കാത്തൊരു വാക്ക് അവൻ കേൾക്കുകയാണ്. നടക്കുമെന്ന് പോലും അവൻ കേട്ടിട്ടില്ല. നീ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവനോട് കിടക്ക എടുത്ത് നടക്ക. അവൻ പറയുന്നതാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, ബലഹീനായ ഒരു മനുഷ്യനാണ് പറഞ്ഞത്. ആ മനുഷ്യൻ സൗഖ്യമാണ്, കിടക്ക എടുത്ത് നടന്നു. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവന് സൗഖ്യമായെന്ന് അവൻ അറിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വിടുതല തന്നെന്നറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ആത്മീയഗോളത്തിലുണ്ട്. ആരൊന്നും വിടുന്നില്ലല്ലോ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം നിനക്ക് സൗഖ്യം തന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ചില വിടുതൽ തന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തന്നിട്ടുണ്ട്. നീ വിശ്വസിച്ച ദൈവത്തെ ആരാധിച്ചാൽ മതി. നീ വിശ്വസിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. അമ്മയുടെ ഗർഭം മുതൽ
വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ, 40 വയസ്സ് അവന് പ്രായമുള്ള ഒരു മനുഷ്യൻ, അവൻ ദൈവാലയത്തിന്റെ വാതിൽക്കൽ ഇരുന്ന് അവൻ ഭിക്ഷയെടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ സൗഖ്യം പ്രാപിച്ച് നടന്നപ്പോൾ പത്രോസിന്റെ കരങ്ങളിൽ അവൻ പിടിച്ചപ്പോൾ, യോഹന്നാന്റെ കരങ്ങളിൽ അവൻ പിടിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന് അവൻ ആലയത്തിൽ ചെന്ന് പിന്നെ അവൻ കാലിലേക്ക് നോക്കിയില്ല, തളർന്ന മുഴങ്കാലിലേക്ക് നോക്കിയില്ല. അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ സൗഖ്യം പ്രാപിച്ചു. നീ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നിരിക്കുകയാണ്. ഒരു പൂർണ്ണമായ വിടുതൽ തന്നിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുകയാണ്. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുകയാണ്. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുകയാണ്. അന്നായേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുകയാണ്. അബ്രഹാമേ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുകയാണ്. ഇസ്ഹാക്കേ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുകയാണ്. യാക്കോബേ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുകയാണ്. ആമേൻ. ഉച്ചത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുകയാണ്. വിശ്വാസത്തോടെ കരം ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തന്നിരിക്കുകയാണ്. എന്റെ തലമുറയ്ക്ക് ദൈവം ഒരു ജോലി തന്നിരിക്കുകയാണ്. എന്റെ തലമുറയ്ക്ക് ദൈവം ഒരു ഭാവി തന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവിന് ദൈവം സൗഖ്യം തന്നിരിക്കുകയാണ്. എന്റെ ഭാര്യയ്ക്ക് ദൈവം സൗഖ്യം തന്നിരിക്കുകയാണ്. എനിക്ക് ദൈവം സൗഖ്യം തന്നിരിക്കുകയാണ്. എനിക്ക് ദൈവം ഒരു ഭവനം തന്നിരിക്കുകയാണ്. എനിക്ക് ദൈവം ഒരു ഭവനം വെക്കാൻ അല്പം സ്ഥലം തന്നിരിക്കുകയാണ്. വിശ്വാസത്തോടെ നീ എന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ സമയത്ത് പൗലോസായ പ്രാർത്ഥന.